ഹരിശ്രീ ശിവൻ സാർ, ഇപ്പൊ ഈ കൂട്ടത്തില് കുറച്ചും കൂടി എക്സ്പീരിയൻസ് സിനിമയിലുള്ളത് സാറിനാണ്. സാർ വന്നിട്ട് ഇപ്പൊ ഒരു എങ്ങനെ വന്നാലും ഒരു 25 വർഷത്തിലധികം, 40 വർഷമായിട്ട് പറഞ്ഞു ഞാൻ 40 വർഷം. സോറി സാർ, സോറി സാർ, അതിന് സോറി കേട്ട കാര്യമൊന്നും അല്ല സോറി, വർഷം അഭിനയിച്ചതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, പണ്ടുള്ള നടന്മാര് ഇപ്പൊ തിലകൻ സാർ ആയിക്കോട്ടെ, ശങ്കരാടി സാർ ആയിക്കോട്ടെ, മുരളി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടെ രാഷ്ട്രീയം പ്രകടമാക്കി തന്നെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. തിലകൻ സാറും അതുപോലെ ശങ്കരാടി സാറും ഒക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന് പറയാൻ പലർക്കും ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റൊരു പാർട്ടി എനിക്കെതിരാവും, മറ്റൊരു അണികൾ എനിക്കെതിരാവും എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ സാറിന് അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? സാറിന്റെ രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഒരു ഭയമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ആദ്യം തന്നെ പറയട്ടെ, 10 ചോദ്യങ്ങളൊന്നും ഞാൻ എല്ലാം ആദ്യത്തെ ചോദ്യത്തിന് മറുപടി അറിയാം. എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പലരും. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാ. പോരെ? ഇല്ല, പിന്നെ രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത് പറ. അതായത് ഇപ്പോ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇപ്പോ ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് വളരെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ വരുന്നത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നാണോ, അതോ ഇന്നത്തെ കാലഘട്ടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. രാഷ്ട്രീയമായിട്ടല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ നോക്കണം എനിക്ക്. മനസ്സിലായ? അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയമുണ്ട്, അല്ലാതുള്ള മേഖലയിലുള്ള പരിപാടികൾ ചെയ്യുന്ന പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ ആർക്കാണ് സന്തോഷത്തോടെ ആർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചേക്കണം. അത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം ജീവിച്ചത് അങ്ങനെയാണ്.